ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് പഠിച്ചോ? ഹുസ്ന ആന്റിഡയറക്റ്റിക്സ് പറ. വാട്ട് യു മീൻ ബൈ ആന്റിഡയറക്റ്റിക്സ്? Diuresis. The diuresis എന്ന് പറഞ്ഞാൽ what you mean by diuresis? Okay. Okay, good. Mute ചെയ്തോ. സോന, എനിക്ക് ഡയബറ്റിക് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ. ടൈപ്പ്? Okay, good. നിഷാന, okay, what are the causes of central diabetes insipidus? Occlusion, intracerebral occlusion. Okay. Alina? Okay, what are the causes of nephrogenic diabetes insipidus? Okay. പീലോയാണോ? പൈലോനെഫ്രൈറ്റിസ്. എന്താ പൈലോനെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞാ? Okay, then continue. Polycystic. എന്താ പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് എന്ന് പറഞ്ഞാ? ഓക്കെ. ഓക്കെ, മ്യൂട്ട് ചെയ്തു. അനുജ, റിസാന. Okay, what are the signs and symptoms? Okay. Okay. Okay, very good. Shamna. What are the diagnoses? Urinalysis. Contraction ആണോ? ഷംന, യൂറിൻ എങ്ങനെ കണ്ടക്ട് ചെയ്യാ? കോൺസെൻട്രേഷൻ. ഓക്കെ, യൂറിൻ കോൺസെൻട്രേഷൻ. കണ്ടിന്യൂ ചെയ്യേ. ഓസ്മോളാലിറ്റി. ഓക്കെ. ഷെമീന. അതുല്യ. Okay, what are the classification of antidiuretics? Terlop. Okay.
Okay. Shihana, what are the side effects? Okay. Sona, Sona, what are the contraindications? Okay, okay, good. Okay, ഇത്രയാണ് ഇന്നലെ പഠിച്ച നെക്സ്റ്റ് coagulants. Next heading coagulants. Okay, in that coagulants are the drugs that promote coagulation and control bleeding. Okay, അതായത് coagulants എന്ന drugs ആണ്. ഈ drugs യൂസ് ചെയ്യുന്നത് coagulation പ്രൊമോട്ട് ചെയ്യാനാണ്. coagulation പ്രൊമോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്ലോട്ടിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ആൻഡ് കൺട്രോൾ ബ്ലീഡിങ്, അങ്ങനെ ബ്ലീഡിങ്ങിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. Okay, coagulants are the drugs that promote coagulation and control bleeding. Is it clear? Okay. Then at the point, they are also called hemostatic agents. ഇതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് hemostatic agents. Okay. In that next point, these drugs are of two types. അതായത് ഈ ഡ്രഗ്സിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് സിസ്റ്റമിക് കൊയാഗുലൻസ്, ഒന്നാമത്തത് സിസ്റ്റമിക് കൊയാഗുലൻസ്, രണ്ടാമത്തത് ലോക്കൽ കൊയാഗുലൻസ്. അങ്ങനെ രണ്ട് ടൈപ്പ് ഉണ്ട്, സിസ്റ്റമിക് കൊയാഗുലൻസ് ആൻഡ് ലോക്കൽ കൊയാഗുലൻസ്. ഓക്കെ, ഇനി അതിന്റെ ടൈപ്സിനെ കുറിച്ചാണ് പറയുന്നത്. സിസ്റ്റമിക് കൊയാഗുലൻസ്, ഒന്നാമത്തത് സിസ്റ്റമിക് കൊയാഗുലൻസ്, അതിൽ വരുന്ന ഡ്രഗ്സ് അല്ലെങ്കിൽ അതിൽ വരുന്ന ഏജന്റ്സ് ആണ് പറയുന്നത്. സിസ്റ്റമിക് കൊയാഗുലൻസ് ആണ് ഒന്നാമത്തെ ടൈപ്പ്, അതിൽ വരുന്ന ഏജന്റ്സ് ആണ് പറയുന്നത്. In that first one, vitamin K. Second one, ethambutolate, then desmopressin, then fibrinogen, then anti-hemophilic factor, then tranexamic acid, then epsilon aminocarporic acid, അങ്ങനെ 7 ഏജന്റ്സ് ആണ് ഈ സിസ്റ്റമിക് കൊയാഗുലൻസിൽ വരുന്നത്. എനിക്ക് ഒന്നുകൂടി പറയാം. ഫസ്റ്റത്തെ ടൈപ്പ് സിസ്റ്റമിക് കൊയാഗുലൻസ് ആണ്, അതിൽ 7 ഏജന്റ്സ് അല്ലെങ്കിൽ ഡ്രഗ്സ് ആണ് വരുന്നത്. ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ വിറ്റാമിൻ കെ, സെക്കൻഡ് വൺ എത്തംസിലേറ്റ്, തേർഡ് വൺ ഡെസ്മോപ്രസിൻ, ഫോർത്ത് വൺ ഫൈബ്രിനോജൻ, ഫിഫ്ത്ത് വൺ ആന്റി ഹീമോഫിലിക് ഫാക്ടർ, സിക്സ്ത് വൺ ട്രാനക്സാമിക് ആസിഡ്, സെവൻത് വൺ എപ്സിലോൺ അമിനോകാർബോറിക് ആസിഡ്, അങ്ങനെ 7 ഏജന്റ്സ് അല്ലെങ്കിൽ ഡ്രഗ്സ് ആണ് ഈ സിസ്റ്റമിക് കൊയാഗുലൻസ് എന്ന് പറഞ്ഞ ടൈപ്പിൽ വരുന്നത്. Is it clear? Okay. Then രണ്ടാമത്തെ ടൈപ്പ് ലോക്കൽ കൊയാഗുലൻസ്. അതിനെ തന്നെ സ്റ്റിപ്റ്റിക്സ് എന്ന് പറയും. ബ്രാക്കറ്റിൽ സ്റ്റിപ്റ്റിക്സ്. ലോക്കൽ കൊയാഗുലൻസ് വിളിക്കുന്ന വേറൊരു പേരാണ് സ്റ്റിപ്റ്റിക്സ്. ഓക്കെ, അതിൽ വരുന്ന ഏജന്റ്സ് ആണ് ഇനി പറയുന്നത്. ഒന്നാമത്തത് അഡ്രിനാലിൻ. ഫസ്റ്റ് വൺ അഡ്രിനാലിൻ, സെക്കൻഡ് വൺ ഫിബ്രിൻ ഗ്ലൂ. ഫിബ്രിൻ എന്ന് പറയും, ഫൈബ്രിൻ എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഫിബ്രിൻ ഗ്ലൂ. തേർഡ് വൺ ജലാറ്റിൻ. ഫോർത്ത് വൺ ത്രോംബിൻ. ഫിഫ്ത്ത് വൺ ഓക്സിഡൈസസ് സെല്ലുലോസ്. സിക്സ്ത് വൺ ഹീമോകൊയാഗുലേസ്. സെവൻത് വൺ ട്രാനക്സാമിക് ആസിഡ്. ഒന്നുകൂടി പറയാം. രണ്ടാമത്തെ ടൈപ്പ് ലോക്കൽ കൊയാഗുലൻസ് അല്ലെങ്കിൽ സ്റ്റിപ്റ്റിക്സ്. In that first one adrenaline, second one fibrin glue അല്ലെങ്കിൽ fibrin glue. Okay, then gelatin, then thrombin, then oxidized cellulose, then hemocoagulase, then tranexamic acid.
അങ്ങനെ 7 ഏജൻസ് ആണ് ഇതിൽ വരുന്നത്, ലോക്കൽ കൊയാഗുലൻസിൽ വരുന്നത്. Is it clear? Okay. Next, side effects. At the heading, side effects. Okay, in that, mild headache, then joint pain, then nausea and vomiting, then swelling, then mild itching or rash, then pain, redness. നിങ്ങൾ പറയാം സൈഡ് എഫക്ട്സ്. ഫസ്റ്റ് വൺ മൈൽഡ് ഹെഡേക്ക്, ചെറിയ രീതിയിലുള്ള തലവേദന ഉണ്ടാകും. ദെൻ സെക്കൻഡ് വൺ ജോയിന്റ് പെയിൻ, മീൻസ് സന്ധികൾക്കെല്ലാം വേദന ഉണ്ടാകും. ദെൻ തേർഡ് വൺ നൊസി ആൻഡ് വോമിറ്റിംഗ്, ദെൻ സ്വെല്ലിംഗ് ഉണ്ടാകും. ദെൻ മൈൽഡ് ഇച്ചിങ് ഓർ റാഷ്, മീൻസ് ചെറിയ രീതിയിലുള്ള ചൊറിച്ചിൽ അല്ലെങ്കിൽ റാഷസ് ഉണ്ടാകും. ദെൻ പെയിൻ ആൻഡ് റെഡ്നെസ്, വേദനയും അതുപോലെ തന്നെ റെഡ്നെസ്സും ഉണ്ടാകും. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. Next, contraindications. In that, first one, sepsis. First one, sepsis. Sepsis എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ബോഡീസ് എക്സ്ട്രീം റെസ്പോൺസ് ടു ആൻ ഇൻഫെക്ഷൻ, അതായത് ഇൻഫെക്ഷനെതിരെ എന്താ പറയാ ബോഡി റെസ്പോൺസ് ചെയ്യുന്നുണ്ടാകുന്ന ഒരു എന്താ പറയാ വേരിയേഷൻ, അതാണ് സെപ്സിസ്. ഓക്കെ, അതായത് ഇൻഫെക്ഷനെതിരെ പ്രവർത്തിക്കാനുള്ള ബോഡീന്റെ കപ്പാസിറ്റി കുറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ ഓർത്തിരിക്കുക, സെപ്സിസ്. ദെൻ മേജർ ട്രോമാറ്റിക് ഇഞ്ചുറി. സെക്കൻഡ് വൺ മേജർ ട്രോമാറ്റിക് ഇഞ്ചുറി. Then hardening of the arteries due to plaque buildup. Hardening of the arteries due to plaque buildup, അതായത് അതിലോസ്ക്ലീറോസിസ് പോലുള്ള കണ്ടീഷൻ. അതായത് ആർട്ടറീസ് ഹാർഡൻ ആകും, മീൻസ് കട്ടി കൂടുതലാകും. അതായത് പ്ലേഗ് ബിൽഡ് ചെയ്തിട്ട്, പ്ലേഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാറ്റോ കൊളസ്ട്രോളോ അതുപോലുള്ള എന്തെങ്കിലും ഡിപ്പോസിറ്റ് ചെയ്തിട്ട് എന്താണ് ആർട്ടറീസ് എന്താകും ഹാർഡൻ ആകും, മീൻസ് കട്ടി കൂടും. അതായത് ഫാറ്റോ കൊളസ്ട്രോളോ അങ്ങനെയുള്ള ഡിപ്പോസിറ്റിനാണ് പ്ലേഗ് എന്ന് പറയാം. ഓക്കെ, പ്ലേഗ് ഡിപ്പോസിറ്റ് ചെയ്തിട്ട് ആർട്ടറീസ് എല്ലാം ഹാർഡ് ആകും. അതാണ് തേർഡ് കോൺട്രാഇൻഡിക്കേഷൻ. എന്നോട് പറയാം കോൺട്രാഇൻഡിക്കേഷൻ. ഫസ്റ്റ് വൺ സെപ്സിസ്, സെക്കൻഡ് വൺ മേജർ ട്രോമാറ്റിക് ഇഞ്ചുറി, തേർഡ് വൺ ഹാർഡനിങ് ഓഫ് ദ ആർട്ടറീസ് ഡ്യൂ ടു പ്ലേഗ് ബിൽഡപ്പ്. അതായത് ആർട്ടറീസ് ഹാർഡൻ ആകും, അതായത് കട്ടി കൂടും. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലേഗ് ബിൽഡ് ചെയ്തിട്ട്, പ്ലേഗ് ഡിപ്പോസിറ്റ് ചെയ്തിട്ട്. പ്ലേഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാറ്റോ കൊളസ്ട്രോളോ എന്തിൻ്റെയൊക്കെ ഡിപ്പോസിറ്റ്. Is it clear? Okay, first one sepsis, second one major traumatic injury, third one hardening of the arteries due to plaque buildup. സെപ്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത് സെപ്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡിക്ക് ഇൻഫെക്ഷനുമായിട്ട് എതിരെ പ്രവർത്തിക്കാനുള്ള റെസ്പോൺസസ് ഒക്കെ കുറയുന്നത്. ഓക്കെ, അതാണ് സെപ്സിസ്. ദെൻ മേജർ ട്രോമാറ്റിക് ഇഞ്ചുറി, സെക്കൻഡ് വൺ മേജർ ട്രോമാറ്റിക് ഇഞ്ചുറി, എന്തെങ്കിലും ട്രോമാറ്റിക് ആയിട്ടുള്ള എന്താ മേജർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക സിവിയർ ആയിട്ടുള്ള രീതിയിലുള്ള എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. ദെൻ ഹാർഡനിങ് ഓഫ് ദ ആർട്ടറീസ് ഡ്യൂ ടു പ്ലേഗ് ബിൽഡപ്പ്, ഹാർഡനിങ് ഓഫ് ദ ആർട്ടറീസ് ഡ്യൂ ടു പ്ലേഗ് ബിൽഡപ്പ്, അതായത് പ്ലേഗ് ആർട്ടറീസിൽ ബിൽഡ് ചെയ്തിട്ട് ആർട്ടറീസ് ഹാർഡ് ആകും, കട്ടി കൂടും. പ്ലേഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഫാറ്റോ കൊളസ്ട്രോൾ ഒക്കെ അതിൻ്റെയൊക്കെ ഡിപ്പോസിറ്റ് കൂടുന്നതിനാണ് പ്ലേഗ് എന്ന് പറയുന്നത്. Is it clear? Okay. Next heading കൊടുക്കുക anticoagulants. അടുത്ത heading anticoagulants. Okay, definition നോക്കാം. An anticoagulants is a substances that prevent coagulation. അതായത് anticoagulants എന്ന് പറഞ്ഞ സബ്സ്റ്റൻസസ് കൊയാഗുലേഷനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കൊയാഗുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ക്ലോട്ടിങ്ങിനെ തടയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് അല്ലെങ്കിൽ സബ്സ്റ്റൻസസിനെയാണ് ആന്റികൊയാഗുലൻസ് എന്ന് പറയുന്നത്. An anticoagulants is a substances that prevent coagulation. Is it clear? Okay. Next, subheading കൊടുക്കുക uses of anticoagulants. Uses of anticoagulants. അതായത് ആന്റികോയാഗുലൻസിന്റെ യൂസസ് എവിടേക്കാണ് വരുന്നതെന്നാണ് പറയുന്നത്.
In that first point, deep vein thrombosis. First point, deep vein thrombosis. Deep vein thrombosis എന്ന് പറഞ്ഞ കണ്ടീഷൻ, അതായത് ബ്ലഡ് ക്ലോട്ട് ഡീപ്പ് വെയിൻസിൽ ഫോം ചെയ്യുന്നതിനാണ്. ഓക്കെ, അതായത് ഡീപ്പ് വെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ലെഗ്സിലൊക്കെ, അതായത് കാലുകളിലെ വെയിൻസിലൊക്കെ എന്താകും, ബ്ലഡ് ക്ലോട്ട് ആകും. ആ ഒരു കണ്ടീഷനെയാണ് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ബ്ലഡ് ക്ലോട്ട് ഇൻ എ ഡീപ്പ് വെയിൻ, അതായത് ഡീപ്പ് വെയിനിൽ ബ്ലഡ് ക്ലോട്ട് വരുന്നതിനെയാണ് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും കാലുകളിലൊക്കെയാണ്. ഓക്കെ, യൂഷ്വലി ഇൻ ലെഗ്സ്. Is it clear? Okay. Then second one, myocardial infarction. Myocardial infarction. Okay, myocardial infarction എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ blockage of blood flow to the heart. Okay, blockage of blood flow to the heart. പ്രധാനമായിട്ടും മയോകാർഡിയം എന്ന് പറഞ്ഞ ലെയേഴ്സിൽ. ഓക്കെ, അതായത് ഹാർട്ടിന്റെ മയോകാർഡിയം എന്ന് പറഞ്ഞ ലെയേഴ്സിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ബ്ലോക്ക് ആകും. അതിനെയാണ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറയുന്നത്. ബ്ലോക്കേജ് ഓഫ് ബ്ലഡ് ഫ്ലോ ടു ദി ഹാർട്ട്. കഴിഞ്ഞ വർഷം അനാട്ടമി ആൻഡ് ഫിസിയോളജിയിൽ പഠിച്ചതാണ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. ദെൻ തേർഡ് വൺ, അൺസ്റ്റേബിൾ ആൻജൈന. തേർഡ് വൺ, അൺസ്റ്റേബിൾ ആൻജൈന. ഓൾറെഡി പഠിച്ചതാണ്. ആൻജൈന പെക്ടോറിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ നമ്മൾ പഠിച്ചതാണ്. അതിലൊരു ടൈപ്പാണ് ആൻജൈന പെക്ടോറിസിന്റെ ഒരു ടൈപ്പാണ് അൺസ്റ്റേബിൾ ആൻജൈന. അതെന്താന്ന് ഓൾറെഡി പഠിച്ചതാണ്. മീൻസ് ഹാർട്ടിന് കറക്റ്റ് ആയിട്ട് ബ്ലഡ് കിട്ടത്തില്ല, അല്ലെങ്കിൽ ഓക്സിജൻ കിട്ടില്ല. ഓക്കെ, അതെങ്ങനെയാന്നുള്ളതൊക്കെ ആൻജൈന പെക്ടോറിസ് എന്ന് പറഞ്ഞ കണ്ടീഷനിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. അതെടുത്ത് നോക്കുക. ഓക്കെ. ദെൻ ഫോർത്ത് വൺ, cerebrovascular disease. Cerebrovascular disease. അതായത് സെറിബ്രോവാസ്കുലർ ഡിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ബ്രെയിനിനുണ്ടാകുന്ന ഡാമേജ് ആണ്. അതായത് ബ്രെയിനിലെ ബ്ലഡ് വെസൽസിലേക്കുള്ള അല്ലെങ്കിൽ അവിടേക്കുള്ള ബ്ലഡ് സപ്ലൈനെ അഫക്ട് ചെയ്യുന്ന ഒരു കണ്ടീഷൻ. ഓക്കെ, അതായത് അതിലുണ്ടാകുന്ന ഒരു വേരിയേഷൻ ആണ്. അതാണ് സെറിബ്രോവാസ്കുലർ ഡിസീസ്. അതായത് ബ്രെയിനിലെ സെറിബ്രം എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് ഉള്ള ബ്ലഡ് സപ്ലൈ അല്ലെങ്കിൽ അവിടെയുള്ള ബ്ലഡ് വെസൽസിന് ഉണ്ടാകുന്ന ബ്ലോക്കേജ്. ഓക്കെ, അതാണ് സെറിബ്രോവാസ്കുലർ ഡിസീസ്. ഇത് ബ്രെയിൻ ഡാമേജിനൊക്കെ കാരണമാകും. ആ കണ്ടീഷനും യൂസ് ചെയ്യുന്നുണ്ട്, സെറിബ്രോവാസ്കുലർ ഡിസീസ്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് വൺ, പൾമനറി എംബോളിസം. അടുത്ത കണ്ടീഷൻ പൾമനറി എംബോളിസം. പൾമനറി എംബോളിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ one or more arteries in the lungs blocked by blood clot. അതായത് ലങ്സിലെ ശ്വാസകോശത്തിലെ ഒന്നോ അതിലധികം കൂടുതലോ ആർട്ടറീസിൽ ഉണ്ടാകുന്ന ബ്ലോക്കേജ് എങ്ങനെ ഉണ്ടാകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്നതുകൊണ്ടാണ്. one or more arteries in the lungs blocked by blood clot. അതായത് ലങ്സിലെ ശ്വാസകോശത്തിലെ ആർട്ടറീസ് ഒന്നോ അതിൽ കൂടുതൽ ആർട്ടറീസിന് ഉണ്ടാകുന്ന ബ്ലോക്കിംഗ് ആണ്. അതായത് ബ്ലോക്ക് വരാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്നതുകൊണ്ടാണ്. Is it clear? Okay. Then next one, defibrillation syndrome. Defibrillation syndrome എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അക്യൂട്ട് ഹെമറേജിക് സ്റ്റേറ്റ് ആണ്. ഇനബിലിറ്റി ഓഫ് ദ ബ്ലഡ് ക്ലോട്ട്. അതായത് ബ്ലഡ് ക്ലോട്ട് ഇതൊരു ഹെമറേജിക് സ്റ്റേറ്റ് ആണ്. ഓക്കെ, ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യാത്ത ഒരു സ്റ്റേറ്റ് ആണ്. ഓക്കെ. ദെൻ സ്കിൻ പ്രൊഡ്യൂസിങ് ബ്ലാക്കിഷ് അല്ലെങ്കിൽ ഒരു പർപ്പിൾ കളർ ഉണ്ടാകും. സ്കിന്നിന് ഒരു ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ഒരു പർപ്പിൾ കളർ ഉണ്ടാകും. അതുപോലെ തന്നെ സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടാകും. ഇതൊരു ഗ്രൂപ്പ് ഓഫ് കണ്ടീഷൻ ആണ് ഡീഫിബ്രിനേഷൻ സിൻഡ്രോം. അതായത് അക്യൂട്ട് ഹെമറേജിക് സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഇന്നബിലിറ്റി ഓഫ് ദ ബ്ലഡ് ക്ലോട്ട്, അതായത് ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കണ്ടീഷൻ. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, എന്നിട്ട് പറയാം യൂസസ് ഓഫ് ആന്റികോയാഗുലൻസ്. ഫസ്റ്റ് വൺ, ഡീപ്പ് വെയിൻ
thrombosis. Second one, myocardial infarction. Third one, unstable angina. Then cerebrovascular disease. Then pulmonary embolism. Then last one, defibrillation syndrome. Is it clear? Understand? മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ ഓക്കെ യൂസസിൽ ഒരു യൂസും കൂടി ഉണ്ട്. വാസ്കുലാർ സർജറി അതും കൂടി ആഡ് ചെയ്തു. വാസ്കുലാർ സർജറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിൻസ് അല്ലെങ്കിൽ ആർട്ടറി അല്ലെങ്കിൽ ലിംഫാറ്റിക് സിസ്റ്റം അവിടെയെല്ലാം ഉണ്ടാകുന്ന സർജറി, അതാണ് വാസ്കുലാർ സർജറി. അതായത് വെയിൻസ്, ആർട്ടറീസ് ആൻഡ് ലിംഫാറ്റിക് സിസ്റ്റം ആ ഭാഗങ്ങളിലെല്ലാം ഉണ്ടാകുന്ന സർജറിനെ അതാണ് വാസ്കുലാർ സർജറി എന്ന് പറയുന്നത്. ഓക്കെ, വാസ്കുലാർ സർജറിയിലും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വെയിൻ, ആർട്ടറി ആൻഡ് ലിംഫാറ്റിക് സിസ്റ്റം ഓക്കെ അവിടെ ഉള്ള സർജറിയിലും യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് വാസ്കുലാർ സർജറി. ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കുക, ക്ലാസിഫിക്കേഷൻ ഓഫ് ആന്റികോയാഗുലൻസ്. നെക്സ്റ്റ് ഹെഡിങ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ആന്റികോയാഗുലൻസ്. ഓക്കെ, പ്രധാനമായിട്ടും എ ആൻഡ് ബി ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. എ ക്ലാസിഫിക്കേഷൻ പാരന്റൽ ആന്റികോയാഗുലൻസും ബി ക്ലാസിഫിക്കേഷൻ ഓറൽ ആന്റികോയാഗുലൻസും ആണ്. ഇനി അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറയാൻ പോകുന്നത്. അതിന്റെ സബ് ക്ലാസിഫിക്കേഷൻസ് ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇൻ ദാറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ആന്റികോയാഗുലൻസ് എ എന്ന് കൊടുക്കുക, പാരന്റൽ ആന്റികോയാഗുലൻസ്. ഓക്കെ, അതിനെ അഗെയിൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ, ഒന്നൊന്ന് നമ്പർ കൊടുക്കുക. ഫസ്റ്റ് വൺ, ഇൻഡയറക്റ്റ് ത്രോംബിൻ ഇൻഹിബിറ്റേഴ്സ്. ഓക്കെ, ഇനി അതിൽ വരുന്ന ഡ്രഗ്സ് ആണ് എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഹെപ്പാരിൻ, ഡനാപെറോയിഡ്, ഹെപ്പാരിൻ കോമ ഡനാപെറോയിഡ്, then fondaparinux. ഡ്രഗ്സിന്റെ പേരാണ് പറയുന്നത്, fondaparinux. then low molecular weight heparin. അങ്ങനെ 3 ഡ്രഗ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്, സോറി 4 ഡ്രഗ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഹെപ്പാരിൻ, ഡനാപെറോയിഡ്, fondaparinux, low molecular weight heparin. ഈ വേർഡ്സ് നിങ്ങൾ ഈ ഡ്രഗ്സ് ആദ്യമായിട്ട് കേൾക്കുന്നുണ്ട് തന്നെ വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കാം. ദെൻ രണ്ടാമത്തെ അതിലെ തന്നെ, അതായത് പാരന്റൽ ആന്റികോയാഗുലൻസിലെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഡയറക്റ്റ് ത്രോംബിൻ ഇൻഹിബിറ്റേഴ്സ്. ഓക്കെ, അതിൽ വരുന്നത് 2 ഡ്രഗ് ആണ്, ലെപ്പിരുഡിൻ ആൻഡ് ബിവാലുരിഡിൻ. ഓക്കെ, ലെപ്പിരുഡിൻ ആൻഡ് ബിവാലുരിഡിൻ, അങ്ങനെ 2 ഡ്രഗ് ആണ് വരുന്നത്. Then അടുത്ത ക്ലാസിഫിക്കേഷൻ ബി ക്ലാസിഫിക്കേഷൻ ഓറൽ ആന്റികോയാഗുലൻസ്. എ ക്ലാസിഫിക്കേഷൻ പാരന്റൽ ആന്റികോയാഗുലൻസ്, അതിൽ 2 വന്നു, ഇൻഡയറക്റ്റ് ത്രോംബിൻ ഇൻഹിബിറ്റേഴ്സും ഡയറക്റ്റ് ത്രോംബിൻ ഇൻഹിബിറ്റേഴ്സും. Then ബി ക്ലാസിഫിക്കേഷൻ ഓറൽ ആന്റികോയാഗുലൻസ്. അതിലും 3 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ കൗമാരിൻ ഡെറിവേറ്റീവ്സ്. ഇതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ കൗമാരിൻ ഡെറിവേറ്റീവ്സ്. അതിന് 2 ഡ്രഗ്സ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, വാർഫാറിൻ ആൻഡ് അസനോകൗമറോൾ. എന്ന് പറഞ്ഞ 2 ഡ്രഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, വാർഫാറിനും അസിനോകൗമറോൾ. അങ്ങനെ 2 ഡ്രഗ്സ് കൊടുത്തിട്ടുണ്ട്. ദെൻ അതിൽ തന്നെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഇൻഡന്റിയോൺ ഡെറിവേറ്റീവ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഇൻഡന്റിയോൺ ഡെറിവേറ്റീവ്സിൽ 2 ഡ്രഗ്സ് വരുന്നുണ്ട്, ഫെനിൻഡിയോൺ എന്ന് പറഞ്ഞ ഒരു ഡ്രഗും ദെൻ അൻസിൻഡിയോൺ എന്ന് പറഞ്ഞ ഒരു ഡ്രഗും. അങ്ങനെ 2 ഡ്രഗ്സ് ആണ് ഇൻഡന്റിയോൺ ഡെറിവേറ്റീവ്സിൽ വരുന്നത്. ഡ്രഗ്സിന്റെ പേര് നിങ്ങൾ വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കാം. ദെൻ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ, അതിലെ തന്നെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ
newer anticoagulant. Newer anticoagulant. Okay, അതിനെ again പിന്നെയും divide ചെയ്തിട്ടുണ്ട് രണ്ടായിട്ട്. Newer anticoagulant നെ again divided two. Okay, in that first one, direct thrombin inhibitor. Direct thrombin inhibitor. അതിനൊരു ഡ്രഗ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഡബിസിറ്ററോൺ എറ്റക്സിലേറ്റ്. ഡബിസിറ്ററോൺ എറ്റക്സിലേറ്റ് എന്ന് പറഞ്ഞ ഒരു ഡ്രഗ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഡബിസിറ്ററോൺ എറ്റക്സിലേറ്റ്. ഓക്കെ, ദെൻ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ, അതിലെ തന്നെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഡയറക്റ്റ് ഫാക്ടർ ക്യാപിറ്റൽ ലെറ്റർ XA ഇൻഹിബിറ്റേഴ്സ്. ഓക്കെ, ഡയറക്റ്റ് ഫാക്ടർ ക്യാപിറ്റൽ ലെറ്റർ X സ്മോൾ ലെറ്റർ A. Okay, XA inhibitors. Direct factor XA inhibitors. അതാണ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ. അതിലും ഡ്രഗ്സ് എക്സാമ്പിൾ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. In that first one, rivaroxaban. Rivaroxaban അതാണ് ഒന്നാമത്തെ ഡ്രഗ്. Rivaroxaban, then epixaban, then endoxaban, then betrixaban. അങ്ങനെ 4 ഡ്രഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. റിവറോക്സാബൻ, എപ്പിക്സാബൻ, then എൻഡോക്സാബൻ, then ബെട്രിക്സാബൻ. അങ്ങനെ 4 ഡ്രഗ്സ് എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഡ്രഗ്സിന്റെ നെയിംസ് നിങ്ങൾ വാട്സാപ്പിൽ നിന്ന് എഴുതിയെടുക്കുക. പ്രൊണൗൺസ് ചെയ്യുന്നത് ഗൂഗിളിൽ നിന്ന് നോക്കുക. ഓക്കെ, എന്നിട്ട് പറയാം ക്ലാസിഫിക്കേഷൻ ഓഫ് ആന്റികോയാഗുലൻസ് ആണ് പറഞ്ഞത്. ഇത് പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, പാരന്റൽ ആന്റികോയാഗുലൻസ് ആൻഡ് ഓറൽ ആന്റികോയാഗുലൻസ്. In that parental anticoagulants നെ again രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. In that indirect thrombin inhibitors and direct thrombin inhibitors. Then B classification oral anticoagulants ആണ്. അതിനെ again 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. In that first one coumarin derivatives, second one indentione derivatives, third one newer anticoagulants. ആ newer anticoagulants നെ again ഡിവൈഡ് ചെയ്തതാണ് direct thrombin inhibitor, then direct factor XA inhibitors. Is it clear? Okay, next heading കൊടുക്കുക side effects. Next heading side effects. Okay, side effects. In that first one, passing blood in urine. Passing blood in urine. Okay, second one, bleeding gums. Okay, question ചോദിച്ചിട്ട് അടുത്തത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിച്ചില്ലല്ലോ. ഓക്കെ, ഷെമീന, കൊയാഗുലൻസ് എന്താണ്? കൊയാഗുലൻസ് കൊയാഗുലൻസ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഓക്കെ, ഗുഡ്. നോട്ട് ചെയ്തോ? നിഷാന, നിഷാന. ഓക്കെ, സിസ്റ്റമിക് കൊയാഗുലൻസ് പറ. എത്തം സൈലൈറ്റ് ഓക്കെ. അലീന, ലോക്കൽ കൊയാഗുലൻസ് പറ. ഓക്കെ, റുസാന. Okay, what are the side effects? Okay, Shihana. Okay, what are the contraindications?
പ്ലേഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, എനിക്ക് ടൈം ആയിട്ടുണ്ട്. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നാളെ വരുമ്പോൾ പഠിച്ചിട്ട് വരാം. ഓക്കെ, താങ്ക് യു.